ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു വലിയ മരത്തിൽ ഒരു തത്ത ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരുന്ത് അവിടെ പറന്ന് വന്നെത്തി. തത്ത വലിയ അഹങ്കാരിയായിരുന്നു. അവൻ പരുന്തിനോട് ചോദിച്ചു, എനിക്ക് എത്ര ഉയരമുള്ള മരത്തിലും നിഷ്പ്രയാസം പറന്നെത്താൻ കഴിയും, പക്ഷേ നിനക്ക് എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയും? ഞങ്ങളെപ്പോലെ ചിറകടിച്ച് പറക്കാൻ നിനക്ക് കഴിയുമോ? ഉടനെ പരുന്ത് പറഞ്ഞു, എനിക്ക് നീ പറക്കുന്ന തരത്തിലൊന്നും പറക്കാൻ പറ്റുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ മരങ്ങളുടെ പൊക്കത്തിനൊത്തവണ്ണമൊന്നും ഉയരാറില്ലെന്ന്. അത് കേട്ട് തത്തമ്മയ്ക്ക് സന്തോഷമായി. തത്ത പറഞ്ഞു, സാരമില്ല, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ നല്ലതുപോലെ ഞങ്ങൾ പറക്കുന്ന പോലെ തന്നെ പറക്കാൻ പഠിപ്പിക്കാം. പരുന്ത് സമ്മതിച്ചു. രണ്ടുപേരും പറക്കാൻ തുടങ്ങി. തത്ത കാണിച്ചു കൊടുക്കുന്നത് അനുസരിച്ച് പറന്ന് കുറേ ദൂരം ചെന്നപ്പോൾ തത്ത ക്ഷീണിച്ച് മരത്തിൻ കൊമ്പിൽ വന്നിരുന്നു. പരുന്ത് മുകളിലേക്ക് ഉയരുന്നതും ആകാശത്തിൽ ഒഴുകി നടക്കുന്നതും കണ്ട് തത്ത അത്ഭുതപ്പെട്ടുപോയി. പരുന്ത് തിരികെ വന്നപ്പോൾ തത്ത ചോദിച്ചു, നീ ഇത്ര വലിയ മിടുക്കനായിട്ട് എന്തേ നേരത്തെ എന്നോടിത് പറഞ്ഞില്ല? അപ്പോൾ പരുന്ത് പറഞ്ഞു, ഞങ്ങളൊന്നും പറഞ്ഞു നടക്കാറില്ല, ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കാണിക്കുകയുള്ളൂ എന്ന്. ഇത് കേട്ട് തത്ത തലകുനിച്ച് മരത്തിലിരുന്ന് പോയി. എന്താണ് ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ചില വ്യക്തികൾ അവരുടെ കഴിവുകളെക്കുറിച്ച് എപ്പോഴും ഏത് സമൂഹത്തിലും സംസാരിച്ചുകൊണ്ടിരിക്കും. ശരാശരി നിലവാരം മാത്രമുള്ളവർക്കാണ് അവരുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ടതും വീമ്പിളക്കേണ്ടതും ആവശ്യം. കൂടെ ഇരിക്കുന്ന ആളിൻ്റെ കഴിവുകളൊന്നും മനസ്സിലാക്കാതെ ഈ കൂട്ടർ തങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ സ്വന്തം മികവുകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവർ സ്വയം പുകഴ്ത്തി നടക്കില്ല. അവരുടെ പ്രവൃത്തിപഥങ്ങളിൽ ആ മികവുകളുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ അസാധാരണ പ്രവൃത്തികൾ കണ്ട് ആളുകൾ അവരിലേക്ക് ആകർഷിക്കും. അവർക്ക് പരസ്യങ്ങളുടെ ആവശ്യമില്ല. അഭിനന്ദനങ്ങൾക്കോ ആദരവിനോ വേണ്ടിയല്ല അവർ സ്വയം നവീകരിക്കുന്നത്. അവർ സ്വയം പുകഴാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നത് എന്നേ ഉള്ളൂ. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്നല്ലേ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് താഴ്മയും വിനയമുള്ളവരായി മറ്റുള്ളവരിൽ ശ്രേഷ്ഠത കാണുവാനും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ ഭംഗിയായി നിർവഹിച്ചും കൊണ്ട് വിനയാന്യതരായി ഇഹലോക ജീവിതം നയിക്കുവാനും ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.